ട്രാവൽ എന്നൊരു ചാനൽ സുജിതേട്ടൻ്റെ ചാനൽ കണ്ട സമയത്ത് എനിക്ക് ലൈഫ് സ്റ്റൈൽ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഡ്രീം ക്യാപ്ചർ ബൈ ജെയ്ബിൻ എന്ന പേരിൽ ഈ ഒരു ചാനൽ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണമെന്നായി. എന്നുവെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ കണ്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് വീണ്ടും സുജിത്തേട്ടൻ എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. സുജിത്തേട്ടനുണ്ട്, പക്ഷെ പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പഠിക്കാൻ വേണ്ടി, മറ്റേത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ കാണുകയെങ്കിലും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ മേഖലയിലേക്ക് വന്നതെന്നറിയോ? ഞാൻ ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ ഗാലക്സി എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോട്ടിവേഷൻ ടിപ്സ് ആയിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ട, ഞാൻ ഈ ടെക് ട്രാവൽ എന്നൊരു ചാനൽ സുജിതേട്ടൻ്റെ ചാനൽ കണ്ട സമയത്ത് എനിക്ക് ലൈഫ് സ്റ്റൈൽ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഡ്രീം ക്യാപ്ചർ ബൈ ജെയ്ബിൻ എന്ന പേരിൽ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാം, എൻ്റെ ആദ്യകാലത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അറിയില്ല, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഈ പ്രശസ്തരായ വ്യക്തികൾ, അതായത് പ്രശസ്തരായിട്ട് ആരും അറിയപ്പെടാതെ നടക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തി അവരുടെ വീഡിയോസും മറ്റുമൊക്കെയാണ് കൂടുതലിട്ടുന്നത്. ഒരു കോവിഡിൻ്റെ ആ ഒരു സമയത്തൊക്കെയാണ് കൂടുതലും. അപ്പോൾ അത് കുഴപ്പമില്ലാതെ പോയി. പിന്നീട് ദുബായിൽ കുറച്ചാൾ പോയപ്പോൾ അവിടുന്ന് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി, അവിടുന്ന് വീഡിയോസ് എടുത്തു. പിന്നെ ഇവിടെ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണമെന്നായി. എന്നുവെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ കണ്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് വീണ്ടും സുജിത്തേട്ടൻ എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. സുജിത്തേട്ടനുണ്ട്, പക്ഷെ പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പഠിക്കാൻ വേണ്ടി, മറ്റേത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ കാണുകയെങ്കിലും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കോപ്പി അടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും അദ്ദേഹത്തെ കോപ്പി അടിക്കുന്ന ഞാൻ ആളല്ല. അത് അദ്ദേഹത്തിൻ്റെതായ നിവിൻ പോളി മറ്റു സിനിമയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെതായ വഴി വെട്ടി വന്ന ഒരാളാണ്. അപ്പോൾ ഈ ഏകലവ്യൻ ദ്രോണാചാര്യത്തൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു, അദ്ദേഹത്തിന് ഒരു ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പാഠമാക്കി നിർത്തിക്കൊണ്ട് അത് കണ്ടു പഠിച്ച എൻ്റേതായ രീതിക്ക് ഞാൻ വരാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ ലൈഫ് സ്റ്റൈലിലേക്ക് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്താണെന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം അത് ആസ്വദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷം. മാത്രമല്ല അതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണെന്നും കൂടെ നിങ്ങളുടേതായ അഭിപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞാൽ സന്തോഷം. ഞാൻ പല പുതിയ ശൈലികളും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കാനായിട്ട്, പല രീതിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് ഒരു ഗ്രൂപ്പിലുള്ളൊരു ചേട്ടൻ, ഫിലിക്സോനായിട്ട് ഒരു ഐഡിയ പറഞ്ഞു പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പല രീതികളിലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പുതിയ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫോണിലാണ്. അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതി നിന്നുകൊണ്ടും, പിന്നെ അറിയാമല്ലോ കാഴ്ച പരിമിതിയുണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നുകൊണ്ടും നിങ്ങളെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനിപ്പം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല, കാരണം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ബോറാവുമോ. കാരണം ഞാൻ വേറെ യാത്രകളൊന്നും പോകുന്നില്ല, വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്താണോ, ഞാൻ എവിടെയാണോ അതേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഞാൻ വീട്ടിലാണെങ്കിൽ വീട്ടിലാണ്, കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്ന ആദ്യമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല. വേണേ അതും ഞാൻ ഷൂട്ട് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ബോറാകുമോ എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ടുള്ള ഏച്ച് കെട്ടിലൊന്നും വെക്കാത്തത്. അല്ലെങ്കിൽ കണ്ടന്റ് ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ മാക്സിമം ഒരു 10 മിനിറ്റിൽ താഴെ ഒതുക്കാറുണ്ട്. അത് ഏറ്റവും കൂടെ 15 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.